രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി വയനാട്ടിലെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രമുഖ UDF നേതാക്കൾ എല്ലാവരുമുണ്ട്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇപ്പോൾ KC വേണുഗോപാൽ സംസാരിക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ UDF പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി. സുർജിത് അയ്യപ്പത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടാം ഘട്ട പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാണ് എന്നുള്ളതാണ്. അത് അത്തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തകരുടെയും ഒപ്പം നേതാക്കളുടെയും സാന്നിധ്യവുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ മറ്റ് പരിപാടികൾ എങ്ങനെയാണ്? ഈ പത്രിക സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം തിരികെ പോകുമെന്ന് തന്നെയാണോ? പത്രികാ സമർപ്പണത്തിന് ശേഷം അദ്ദേഹം ഇന്ന് തിരിച്ചു പോകും. വീണ്ടും പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം വീണ്ടും ഇവിടേക്ക് 2 തവണ എത്തുമെന്നുള്ളതാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. KC വേണുഗോപാൽ തർജ്ജമ ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തക സാന്നിധ്യം മുമ്പായി നമുക്ക് കാണാൻ കഴിയുന്നു. രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മത്സര സാന്നിധ്യമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടെ ആരവത്തോടു കൂടി അദ്ദേഹം പത്രികാ സമർപ്പണത്തിനായി കടന്നു വരുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Lost their houses, lost their property. And I was really shocked by one thing I noticed about the people of Wayanad. ഞാൻ MP ആയതിനു ശേഷം വളരെ പെട്ടെന്നുണ്ടായ ഏറ്റവും വലിയ ദുരന്തം അതിദാരുണമായ പ്രളയമായിരുന്നു. ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അവിടെ എല്ലാം വളരെ ഞെട്ടിപ്പിക്കുന്നതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് വയനാട്ടുകാരുടെ ഒരുമയും ഐക്യവുമായിരുന്നു നേരിടുന്നതിന്. Because even after meeting hundreds and hundreds and hundreds of people who had suffered a huge tragedy, who had lost their father, brother, sister, mother, had lost their homes. I remember there was one big area where the entire village had got demolished and there were still bodies under the mud. And I remember thinking to myself, not a single person who has come to me has lost their sense of self-respect or dignity. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിദാരുണമായ കാഴ്ചയായിരുന്നു അത്. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർ, വീടിന്റെ എല്ലാം നഷ്ടപ്പെട്ടവർ, അവരെല്ലാവരും. അത് മാത്രമല്ല, ഒരു പ്രദേശത്ത് ഞാൻ ചടന്നു ചെന്നപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ആകമാനം മണ്ണിലടിയിലായ സാഹചര്യം വളരെയേറെ വേദനിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ ഈ ദുരന്തപൂർണമായ സാഹചര്യത്തിലും ഞാൻ കണ്ട ഒറ്റ വയനാടുകാരനും അവിടെ ആത്മാഭിമാനവും അവിടെ അന്തസ്സും കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. When a tragedy happens, it is natural for people to be angry. But what was surprising to me, a huge tragedy had taken place here. Hundreds of people had died. Houses has been demolished. But I did not find one person in Wayanad who was angry and blaming anybody else. ഇത്തരം വലിയൊരു ദുരന്ത മുഖത്ത് ചെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ക്ഷോഭവും വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടാകാറുണ്ട്. കാരണം അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് അഭിമാനം തോന്നിയത് വയനാട്ടിൽ ഇത്തരം എല്ലാ ദുരന്തങ്ങളെയും നേരിട്ട സാധാരണക്കാരെ കണ്ടപ്പോൾ അവരാരും മറ്റുള്ളവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ കുറ്റം പറയാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. They might have been upset. They might have been crying in front of me. But they never ever let that fear, that sorrow
overcome anger or hatred towards anybody. അവർക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടാവും, ദുഃഖങ്ങളുണ്ടായിട്ടുണ്ടാവും. ആ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവർ വീടുകളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരത് പുറത്ത് പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. I spoke about tragedy, but then you also showed me the brilliance of the people of Wayanad. വയനാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഒരു വിവേകവും ബുദ്ധിശക്തിയും നിങ്ങൾ എന്നെ കാണിക്കുകയുണ്ടായി. Like Venugopal is translating my speech. He's experienced. He's done thousands of speeches. So obviously in translation he will not be nervous. ഞാൻ സാധാരണ പ്രസംഗിക്കാറുള്ള ഒരാളായതുകൊണ്ട് പ്രസംഗമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വികാരപരമായി എടുക്കുന്നില്ല എന്ന് ചിലപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വികാരപ്രകാരം നടത്തേണ്ട കാര്യം ഉണ്ടാവില്ല. But don't underestimate how difficult this job of translating in front of a crowd is for a new person. പക്ഷേ ഒരു പുതിയ ആള് ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ തർജ്ജമ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വികാര വിക്ഷോഭങ്ങളെ കുറിച്ച് നിങ്ങൾ വില കുറച്ച് കാണിക്കരുത്. It's difficult for full-grown men to do a translation in front of 5,000 people, 10,000 people, but the children, the little girls of Wayanad have no problem translating my speech. ഒരു മുതിർന്ന ആൾക്ക് പോലും ഇത്രയും വലിയ ജനക്കൂട്ടം ഉണ്ടായാൽ തർജ്ജമ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്റെ മുന്നിൽ നമ്മുടെ കൊച്ചുകുട്ടികൾ അനായാസേന തർജ്ജമ ചെയ്യുന്ന കാര്യം നമുക്ക് കാണുകയുണ്ടായി. So, like we do from all families, I have received love and affection. I have learned so much from my brothers, my sisters. It has been an honor for me to be your member of parliament. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വയനാടിന്റെ പാർലമെന്റ് അംഗമാകുന്നത് എന്നത് ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. I don't treat you and think of you like an electorate. I treat you and think of you the same way I think of my little sister Priyanka over here. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നിങ്ങളെന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്റെ കൊച്ചു സഹോദരി പ്രിയങ്ക ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക്. So in the houses of Wayanad, I have sisters, I have mothers, I have fathers, I have brothers, and I thank you from the bottom of my heart for that. എനിക്ക് പ്രിയങ്ക ഉള്ളതുപോലെ തന്നെ വയനാട്ടിലെ ഓരോ വീടുകളിലും എനിക്ക് സഹോദരനും സഹോദരിയും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് സന്തോഷമുണ്ട്. അതിലെനിക്ക് അഭിമാനവുമുണ്ട്. എന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ അത് പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. At the same time, there are big issues that the people of Wayanad face. അതേ സമയത്ത് വയനാട് ചില സുപ്രധാനമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. Just a few days back, I visited Wayanad when a tragedy had happened. Wild elephant had killed people in the constituency. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട് സന്ദർശിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു കാട്ടാന നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ ഒരു സഹോദരനെ കൊല്ലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ട് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായി. There is the issue of man-animal conflict. There is the night road issue. There is the medical college issue. ഇവിടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. രാത്രി യാത്രാ നിരോധന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വയനാടിന് പൂർണ്ണ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം ഉണ്ട്. And this is a fight that all the people of Wayanad agree on, and I stand with them in this fight. ഈ ഒരു പോരാട്ടത്തില് വയനാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണ്. ഈ പ്രശ്നങ്ങളിലെല്ലാം ആ പോരാട്ടത്തിനെല്ലാം ഏറ്റവും മുന്നിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. We have tried to pressurize the government
on the medical college. I have written letters to the Chief Minister. We have tried to pressurize them on all these issues, but unfortunately, they have not moved forward. I'm absolutely convinced that if we have a government in Delhi, and when we get a government in Kerala, both of which we will do, we will resolve these issues for the people of Wayanad.